നമസ്കാരം. പ്രധാന വാർത്തകൾ. പകുതി വില തട്ടിപ്പ് അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. എല്ലാ പരാതിയിലും വെവ്വേറെ കേസെടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ്. തൊഴിൽ നികുതി വർധനവിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ. സംസ്ഥാന വ്യാപകമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തി. ഹരിതകർമ്മസേനയുടെ ഫീസടക്കം വർദ്ധിപ്പിച്ച് വ്യാപാരികൾക്ക് കച്ചവടം ചെയ്യാനാവാത്ത സാഹചര്യമുണ്ടാക്കുന്നുവെന്ന് നേതാക്കൾ. കരിമ്പുഴ പഞ്ചായത്തിൽ ഉദ്ഘാടന വിവാദം. കോട്ടപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എംപിയെ കൊണ്ട് നിർവഹിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം. ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരിക്കെ എംപിയെ കൊണ്ടുവരുന്നത് രാഷ്ട്രീയ അല്പത്തമെന്ന് CPM അംഗം M. മോഹൻ. ഒറ്റപ്പാലത്ത് സ്കൂളിൽ വെച്ച് +2 വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ കുത്തേറ്റു. വാരിയലിന് സമീപം കുത്തേറ്റ കുട്ടിയെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുത്തിയ വിദ്യാർത്ഥിക്കും പരിക്ക്. പള്ളിയിൽ നിന്നും നമസ്കരിക്കാനെത്തിയ ആളുടെ ഐഫോൺ കവർന്ന് മോഷ്ടാവ്. സംഭവം കൂറ്റനാട് വാവന്നൂരിൽ. യുവാവ് മൊബൈൽ മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. വിശദമായ വാർത്തകൾ നോക്കാം. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നടന്ന തട്ടിപ്പിൽ അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എല്ലാ പരാതിയിലും വെവ്വേറെ കേസെടുക്കണമെന്ന് OK ഫാറൂഖ് ആവശ്യപ്പെട്ടു. പിന്നീട് നോക്കുമ്പോഴാണ് എത്രയോ വലിയ കണ്ണികളാണ് ഇതിനകത്തുണ്ടായിരിക്കുന്നത് എന്നുള്ളതും ഈ പാലക്കാട് ജില്ലയിൽ നിങ്ങൾ കേൾക്കണം, ഏറ്റവും വലിയ തട്ടിപ്പിനിരയായിരിക്കുന്നത് ഈ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ പാവപ്പെട്ടവരാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ മാത്രം 600 പേരുടെ പരാതി ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ തട്ടിപ്പിന് മുഴുവൻ നേതൃത്വം കൊടുത്തത് അടിവരയിട്ട് പറയുന്നു, അസന്നിഗ്ധമായി പറയുന്നു, ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി തന്നെയാണ്. IRDC ചെയർമാൻ K. ഉണ്ണികൃഷ്ണൻ, ICDC ചെയർമാൻ ചോലയിൽ വാസുദേവൻ എന്നിവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് മടിക്കുകയാണെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. സർവീസ് ചാർജായി ഏജൻസികൾ വാങ്ങിയ തുക തിരികെ വാങ്ങി പണം നഷ്ടപ്പെട്ടവർക്ക് നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് വിനോജ് രാമൻ അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം ചെയർമാൻ P. ഗിരീശൻ, KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ, PT അജ്മൽ, സുരേഷ് തെങ്ങിൻതോട്ടം, EK ജസീൽ, VN കൃഷ്ണൻ, PT അജ്മൽ, CN അനുരൂപ്, വിപിൻ എന്നിവർ സംസാരിച്ചു. തൊഴിൽ നികുതി വർധനവിൽ പ്രതിഷേധിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും സംസ്ഥാന വ്യാപകമായി വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ബാസിത് മുസ്ലിം ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലും തൊഴിൽ നികുതി വർധനവിനെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തൊഴിൽ നികുതി വർധനവിന് പുറമെ ഹരിതകർമ്മസേനയുടെ ഫീസടക്കം വർദ്ധിപ്പിച്ച് വ്യാപാരികൾക്ക് വ്യാപാരം ചെയ്യാനാവാത്ത സ്ഥിതിയാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ബാസിത് മുസ്ലിം പറഞ്ഞു. സോഫ്റ്റ്വെയർ അതിന്റെ ബീറ്റ വേർഷനാണ് എന്ന് കഴിഞ്ഞ വർഷം പറയുകയുണ്ടായി. ഈ വർഷം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചെന്നാലേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനോടൊപ്പം തൊഴിൽ നികുതി അതിന്റെ വർധനവ് അതൊന്നും ഞങ്ങൾക്ക് തരാൻ സാധ്യമല്ല. ഇവിടെ ഹരിതകർമ്മസേനയുടെ തുക അത് ഓരോ വ്യാപാരി ഒരു മാലിന്യവും ഇല്ലാത്ത വ്യാപാരിക്ക് പോലും അടയ്ക്കേണ്ട ഗതികേടാണ് ഞങ്ങൾക്ക് വ്യാപാരികൾക്കുള്ളത്. വീടുകളിലൊക്കെ വളരെ തുച്ഛമായ ഹരിതകർമ്മസേന ഫീസുള്ളപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ ഒരു മാലിന്യവും ഉണ്ടാക്കാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ അടക്കം, എന്തിനധികം പറയുന്നു, തട്ടാന് പോലും, ഒരു സ്വർണത്തിൽ പണിയെടുക്കുന്ന തട്ടാന് പോലും ഹരിതകർമ്മസേനയ്ക്ക് ഫീസ് നൽകേണ്ട ഗതികേടിലാണ് വ്യാപാരികളുള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷമീർ യൂണിയൻ, ഡേവിസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പാലത്തും വ്യാപാര സംഘടനകൾ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PP അബ്ദുൾ ലത്തീഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീസ് പുനഃക്രമീകരിക്കുക, വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒറ്റപ്പാലത്തെ വ്യാപാര സംഘടനകൾ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഷോപ്പ് അനുബന്ധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തുടങ്ങി ഒറ്റപ്പാലത്തെ വ്യാപാരി സമൂഹത്തിൽ സംയുക്ത പ്രതിഷേധമിത ഈ വാഹനങ്ങളിൽ പിറകിലായി വന്നുകൊണ്ടിരിക്കുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PP അബ്ദുൾ ലത്തീഫ് സമരം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ മന്ത്രി
MP രാജേഷിന് കൊടുക്കുന്ന നിവേദനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളതിലാണ്. എന്താണ് ആ മാറ്റം? നമുക്കെല്ലാം അറിയാം, ഒരു വ്യാപാര സ്ഥാപനത്തിൽ കച്ചവടം ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ ആ വ്യാപാര സ്ഥാപനം മാലിന്യങ്ങൾ സംഭരിച്ചു വെക്കേണ്ട ഉത്തരവാദിത്വം കൂടിയും സംസ്ഥാനത്ത് ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയാണ്. ചെറുകിട വ്യാപാര മേഖലകളിൽ കാറ്റഗറൈസ് ചെയ്യണമെന്ന് പല തവണ വ്യാപാര സമൂഹം ആവശ്യപ്പെട്ടതാണ്. പഞ്ചായത്താവട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, കോർപ്പറേഷൻ ആവട്ടെ, ഒരു മാസം തികച്ച് 1 കിലോയിൽ പോലും വേസ്റ്റേജുകൾ എടുക്കാനില്ലാത്ത സ്ഥാപനത്തിൽ നിന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോക്കുകുത്തി സംവിധാനത്തിലൂടെ ഹരിതകർമ്മസേനയ്ക്ക് മാസം തോറും 150 എന്ന കണക്കിൽ ഒരു വർഷത്തിന് 1800 രൂപ അടച്ചെങ്കിൽ മാത്രമേ മുനിസിപ്പൽ ലൈസൻസ് പുതുക്കി കൊടുക്കുകയുള്ളൂ എന്നുള്ള നിയമത്തിൽ നിന്നും മാനദണ്ഡത്തിൽ നിന്നും മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറാവണം. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് തോമസ് ജേക്കബ് അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് സലീം, യൂസ്ഡ് വെഹിക്കിൾ താലൂക്ക് പ്രസിഡന്റ് ദിലീപ് കുമാർ, വനിതാ വിംഗ് പ്രസിഡന്റ് E പ്രീത, ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ പ്രസിഡന്റ് തിലകം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വർക്കിംഗ് പ്രസിഡന്റ് PV ബഷീർ, കോറ പ്രസിഡന്റ് ഭാസ്കരൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് V മുഹമ്മദ് അഫ്സൽ, ബാർബർ അസോസിയേഷൻ പ്രസിഡന്റ് സുന്ദരൻ, ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ പ്രതിനിധികൾ, കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണർ അസോസിയേഷൻ ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. കരിമ്പുഴ കോട്ടപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം MPയെ കൊണ്ട് നിർവഹിക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം. ആരോഗ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കെ MPയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് പ്രതിപക്ഷാംഗം M മോഹനൻ പറഞ്ഞു. പഞ്ചായത്ത് ഈ നീക്കത്തിൽ നിന്നും പിന്മാറണമെന്നും M മോഹനൻ ആവശ്യപ്പെട്ടു. ആർദ്രം പദ്ധതിയുടെ ഭാഗമായി കോട്ടപ്പുറം PHCയെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്താൻ LDF സർക്കാർ തീരുമാനിച്ചിരുന്നു. കെട്ടിട നിർമ്മാണത്തിനായി NHM റോപ്പ് ഫണ്ടിൽ നിന്ന് 1.43 കോടി രൂപയും ആർദ്രം ഫണ്ടിൽ നിന്ന് 15.50 ലക്ഷം രൂപയും അനുവദിക്കുകയുണ്ടായി. ഈ തുകയ്ക്കുള്ള ഭരണാനുമതി സർക്കാർ ലഭ്യമാക്കി. HLL ആണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. കോട്ടപ്പുറം ഉൾപ്പെടെയുള്ള ഈ പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി നിർവഹിക്കാനിരിക്കെ പാലക്കാട് MPയെ കൊണ്ട് നിർമ്മാണ ഉദ്ഘാടനം നടത്താനുള്ള UDF ഭരണസമിതിയുടെ നീക്കം രാഷ്ട്രീയ അല്പത്തമാണ്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണെന്നും CPM ഏരിയ കമ്മിറ്റി അംഗവും പ്രതിപക്ഷ മെമ്പറുമായ M മോഹനൻ പറഞ്ഞു. കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് കോട്ടപ്പുറം ആശുപത്രി കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ എന്ന് ഏറ്റിരിക്കെ കേവലം രാഷ്ട്രീയ അല്പത്തം ബാധിച്ച് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ UDFൻ്റെ ഭരണസമിതി കെട്ടിട നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം MPയെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെ തന്നെ നടത്താൻ വേണ്ടി ആണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഏറെ കാലമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് നിവാസികളുടെ ഒരാവശ്യമാണ് കോട്ടപ്പുറം ഗവൺമെൻറ് ആശുപത്രി ഒന്ന് നല്ല നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കണമെന്നത്. കേരള സംസ്ഥാന സർക്കാർ അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിനെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്താൻ തീരുമാനിച്ചതും അതിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നത്. MPയും MLAയും മന്ത്രിയും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നടത്തേണ്ട ഒരു ചടങ്ങ് കേവലമായിട്ടുള്ള രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ട് ഏകപക്ഷീയമായി MPയെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിർമ്മാണോദ്ഘാടനം നടത്താനാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു നല്ല പദ്ധതി എന്നുള്ള നിലയ്ക്ക് തന്നെ ഇതിനെ കാണാനും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഡേറ്റ് കിട്ടിയാൽ ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണോദ്ഘാടനം എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ച് നടത്താനും ആവശ്യമായിട്ടുള്ള നടപടികളാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ടത്. ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള നടപടിയിൽ നിന്ന് UDFിൻ്റെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പിന്മാറണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിൻ്റെ ഭാഗമായി ആവശ്യപ്പെടുകയാണ്. ഈ നീക്കത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും MLAയുടെയോ ആരോഗ്യവകുപ്പിൻ്റെയോ അനുവാദമോ സമ്മതമോ ഇല്ലാതെയാണ് കരിമ്പുഴ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഏകപക്ഷീയമായ ഇത്തരം നീക്കത്തിന് തുനിഞ്ഞിട്ടുള്ളതെന്നും M മോഹനൻ പറഞ്ഞു. ഒറ്റപ്പാലത്ത് +2 വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ കുത്തേറ്റു. വീട്ടാമ്പാറ സ്വദേശി അഫ്സറിനാണ് കുത്തേറ്റത്. വാരിയലിന് സമീപം പരിക്കേറ്റ അഫ്സറിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കത്തിക്കൊണ്ട് കുത്തിയ വിദ്യാർത്ഥിക്കും പരിക്കുണ്ട്. എയ്ഡഡ് സ്കൂളിലായിരുന്നു രാവിലെ സംഭവം. ഇരുവരും തമ്മിലുള്ള വൈരാഗ്യമാണ് അക്രമത്തിൽ കലാശിച്ചതെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ 17-കാരനെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. അഫ്സറിന്റെ പരിക്ക് ഗുരുതരമല്ല. ചെറിയ കത്തി ഉപയോഗിച്ചാണ് കുത്തിയത്. പള്ളിയിൽ നിന്നും iPhone കവർന്ന് കള്ളൻ. കൂറ്റനാട് വാവന്നൂരിലാണ് സംഭവം. മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്.
കൂറ്റനാട് വാവന്നൂർ ജുമാ മസ്ജിദിൽ നമസ്കരിക്കാനെത്തിയ ആളുടെ മൊബൈൽ ഫോൺ മോഷണം പോയി. വാവന്നൂർ സ്വദേശി വാച്ചാക്കൽ വീട്ടിൽ മുഹമ്മദിൻ്റെ ഐഫോണാണ് മോഷണം പോയത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്കായിരുന്നു സംഭവം. നിസ്കാരത്തിനിടെ ഫോണും വാഹനത്തിന് താക്കോലും ജനലിൽ വയ്ക്കുകയായിരുന്നു. ആളുകൾ പ്രാർത്ഥിക്കുന്നതിനിടെ നീല ജീൻസും കറുത്ത ഷർട്ടും ധരിച്ച മോഷ്ടാവ് എന്ന് സംശയിക്കുന്ന യുവാവിൻ്റെ ദൃശ്യങ്ങൾ പള്ളിയിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ജനലിൽ വെച്ച ഫോൺ കൈക്കലാക്കിയ ശേഷം ഇയാൾ ബാഗുമെടുത്ത് സ്ഥലം വിടുകയായിരുന്നു. മുഹമ്മദിൻ്റെ പരാതിയിൽ ചാലിശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാടിൻ്റെ ആദ്യ MLAയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ കൊങ്ങശ്ശേരി കൃഷ്ണനെ അനുസ്മരിച്ചു. മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറ കൊങ്ങശ്ശേരിയെപ്പോലുള്ളവരുടെ ജീവിതം പാഠമാക്കണമെന്ന് മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. പുതിയ കാലത്ത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന വർഗീയ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുന്നേറ്റത്തെ തടയാനുള്ള അണകെട്ടി നമ്മളെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് ഒരുമിച്ച് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കൊങ്ങശ്ശേരിയെ പോലെയുള്ളവരുടെ ജീവിതം നമുക്ക് പാഠമാകുക. അവരെല്ലാം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ പഞ്ചായത്ത് മെമ്പറോ MLAയോ ആകാമെന്ന് മോഹിച്ചല്ലെന്നും ഉദ്ഘാടനം നിർവഹിച്ച മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. അപ്പോൾ പുതിയ ലോകത്ത് പുതിയ രീതി നമ്മൾ അവലംബിക്കണം. അതിൽ ഞാൻ പറയുന്നത് CPI മാത്രമൊന്നുമല്ല, CPIയും CPMും ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളും ജനാധിപത്യം ആഗ്രഹിക്കുന്നവരും മതേതരത്വം ആഗ്രഹിക്കുന്നവരും ഈ പുതിയ കാലത്ത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന വർഗീയ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുന്നേറ്റത്തെ തടയാനുള്ള അണകെട്ടി നമുക്ക് നമ്മളെ സംരക്ഷിക്കുന്നത് എങ്ങനെയെന്ന് ഒരുമിച്ച് ചിന്തിക്കണം. അങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ കൊങ്ങശ്ശേരിയെ പോലെയുള്ളവരുടെ ജീവിതം നമുക്ക് പാഠമാകും. 3 ദിവസത്തെ അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്കായി ചിത്രരചന, ക്വിസ് മത്സരങ്ങൾ, സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന എന്നിവ നടത്തി. മുതിർന്ന CPI പ്രവർത്തകരെ ആദരിച്ചു. മത്സര വിജയികൾക്കുള്ള ഉപഹാരം ചടങ്ങിൽ വിതരണം ചെയ്തു. മണ്ഡലം സെക്രട്ടറി AK അസീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V ചാമുണ്ണി, ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് ബേബി, AISF സംസ്ഥാന സെക്രട്ടറി P കബീർ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ, കൊങ്ങശ്ശേരിയുടെ മകൻ KK വിജയകുമാർ, AYF ജില്ലാ പ്രസിഡന്റ് P നൌഷാദ്, V രവി, K രവികുമാർ, K പ്രശോഭ്, P പരമശിവൻ, N ചന്ദ്രശേഖരൻ, ഭാസ്കരൻ മുണ്ടക്കണ്ണി, ഷാഫി നറുക്കോട്ടിൽ, ബോബി ജയ് ഓണക്കൂർ, TK ഷമീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വേദിയിൽ ചൂരൽമഴ എന്ന ഒറ്റയാൾ നാടകം K സലീം അവതരിപ്പിച്ചു. ഓരോ ചുവടും ഗാന്ധിയിലേക്ക്, ഓരോ ചുവടും ഗ്രാമത്തിലേക്ക് എന്ന സന്ദേശവുമായി മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് ഭീമനാട് നയിച്ച വിജയ് പദയാത്ര സമാപിച്ചു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പതിനൊന്നിന് ഇടത്തനാട്ടുകര വട്ടവണ്ണപ്പുറത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര അലനല്ലൂർ, കോട്ടോപ്പാടം, കുമരമ്പത്തൂർ, തെങ്കര പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. സമാപന ദിവസം കോടതിപ്പടിയിൽ നിന്ന് പ്രകടനമായി നെല്ലിപ്പുഴയിൽ സമാപിച്ചു. സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് അടിയറ വയ്ക്കുന്ന നടപടിയാണ് ഈ സർക്കാർ അവലംബിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി മത്സരിച്ച് നിൽക്കേണ്ട കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇന്ത്യയിലെ കേരളത്തിലെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഉന്നതമായ വിദ്യാഭ്യാസം നേടുവാൻ അവർക്കാവശ്യമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും വിദേശങ്ങളിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിനെതിരായി കേരളത്തിലെ വിദ്യാഭ്യാസ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി AK ആന്റണി സ്വീകരിച്ച സമീപനങ്ങൾക്കെതിരായി കേരളത്തിലാകമാനം പ്രക്ഷുബ്ധമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുത്തവരാണ് കേരളത്തിലെ DYFIയും SFIയും. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KG ബാബു അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ അസീസ് ഭീമനാട്, KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, DCC സെക്രട്ടറിമാരായ P അഹമ്മദ് അഷ്റഫ്, PR സുരേഷ്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലായൻ,
ശശിധരൻ, സക്കീർ തയ്യിൽ, നിദ ഫാത്തിമ, വി പ്രീത, നസീർ ബാബു എന്നിവർ സംസാരിച്ചു. നെല്ലായിയിൽ മഹിളാ അസോസിയേഷൻ മുൻ ജില്ലാ പ്രസിഡന്റ് എ സൈനബ ടീച്ചർ അനുസ്മരണം നടത്തി. അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ സലീക ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചെർപ്പശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എ സൈനബ ടീച്ചർ അനുസ്മരണം നടത്തിയത്. ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും നിർമ്മല സീതാരാമൻ അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല. ഞങ്ങൾ തൊഴിലുറപ്പ് നിയമം സംരക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞില്ല. ഇന്ത്യയുടെ ഗവൺമെന്റ് കൊടുക്കുന്ന പണത്തിന് സമാനമായ തുക മാത്രമേ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് ഒരു തരത്തിലും ഇന്ത്യൻ സ്ത്രീയെയോ തൊഴിലാളി വർഗത്തെയോ കർഷകരെയോ സഹായിക്കുന്ന ഗുണകരമായ ഒരു ബജറ്റല്ല ഈ കേന്ദ്രത്തിന്റെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത് എന്നത് കേന്ദ്ര ബജറ്റിന്റെ ഉള്ളടക്കത്തിലേക്ക് ചെന്നാൽ നമുക്ക് ബോധ്യപ്പെടും. അസോസിയേഷൻ ഏരിയ സെക്രട്ടറി സുലൈഖ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ പി വസന്ത, രജനി, സഫന പാറക്കൽ, CPM ചെർപ്പശ്ശേരി ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം കെ ബി സുഭാഷ് എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി ശങ്കരമംഗലം യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 1000-ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലേക്കും 84 മുനിസിപ്പാലിറ്റികളിലേക്കും 6 കോർപ്പറേഷൻ ഓഫീസുകളിലേക്കും ഇന്ന് 4000-ഓളം വരുന്ന ഏകോപന സമിതിയുടെ യൂണിറ്റുകൾ ചേർന്ന് ധർണാ സമരം നയിക്കുകയാണ്. സാധാരണയായി ജീവിതമാർഗമായ വ്യാപാരം രാവിലെ 8 മണിക്ക് തുറന്ന് രാത്രി 10 മണിക്ക് അടച്ച് വീട്ടിൽ പോവുക എന്നതിനപ്പുറം സമരം ചെയ്യാനോ അനാവശ്യമായി നാട്ടിൽ വിഷയങ്ങൾ ഉണ്ടാക്കാനോ വ്യാപാരികൾ മെനക്കെടാറില്ല. അവരുടെ തൊഴിലെടുത്ത് അവരുടെ കാര്യം നോക്കി നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് നാട്ടിലെ സർവ വിഷയങ്ങളിലും അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി സമാധാനപരമായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു ജനവിഭാഗമാണ് വ്യാപാരി. പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷനായി. പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ്, യൂണിറ്റ് അംഗവും KSBA സംസ്ഥാന ട്രഷററുമായ സക്കീർ ഹുസൈൻ, ശങ്കരമംഗലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അൻസാർ, പട്ടാമ്പി യൂണിറ്റ് ട്രഷറർ അബുലൈസ് എന്നിവർ സംസാരിച്ചു. ദീർഘകാലമായി രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി സേവന സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന കൂട്ടായ്മയായ സൊലസ് പെരിന്തൽമണ്ണ ഘടകത്തിൻ്റെ 7ാം വാർഷികം ആഘോഷിച്ചു. ചലച്ചിത്ര സംവിധായകനും മുൻ MLAയുമായ PT കുഞ്ഞുമുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്നേഹാർദ്രമായി സംഗീത സന്ധ്യയും അരങ്ങേറി. ദീർഘകാലമായി രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് സൊലസ് നിലകൊള്ളുന്നത്. 17 വർഷമായി തൃശൂർ ആസ്ഥാനമായി സൊലസ് പ്രവർത്തിക്കുന്നു. കേരളത്തിലെ വിവിധ ജില്ലകളിലായി 10 കേന്ദ്രങ്ങളിൽ സൊലസ് പ്രവർത്തനം നടത്തിവരുന്നു.
18 വയസ്സിന് താഴെയുള്ള 6000-ലധികം വരുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി നിലനിൽക്കുകയാണ് സൊലസ്. പെരിന്തൽമണ്ണയിൽ സൊലസിന്റെ പ്രവർത്തനം 7 വർഷം പിന്നിട്ടു. പ്രസിഡൻസി കൺവെൻഷൻ സെന്ററിൽ നടന്ന 7ാം വാർഷികാഘോഷ പരിപാടികൾ ചലച്ചിത്ര സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള രോഗിയായ മക്കളെ സംരക്ഷിക്കാനുള്ള ഒരു ഒരു മനുഷ്യന്റെ തീവ്രമായ ദുഃഖത്തിൽ നിന്ന് ആ ദുഃഖത്തെ അതിജീവിക്കാൻ എഴുത്തും അതുപോലെ തന്നെ അത്തരത്തിൽ തൻ്റെ മകള് എന്താണോ അനുഭവിക്കുന്നത് അതിൽ നിന്നുള്ള ഒരു മോചനം മറ്റുള്ള കുട്ടികൾക്കും കിട്ടണം എന്നുള്ള ഒരു വലിയ ആഗ്രഹവും ആശയവുമാണ് സൊലസ് എന്ന സ്ഥാപനത്തിൽ. ഇന്നത് കേരളത്തിലെ ഒരു മഹാപ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇതൊരു മഹാപ്രസ്ഥാനം തന്നെ ഉദ്ദേശിച്ചത്. ഇത് ഇനിയും വളരെയാണ്. ഞാൻ അടുത്ത കാലത്താണ് ഇത്രയും വലിയ ഒരു വർക്കാണ് ഷീബ ചെയ്യുന്നത് എന്ന് ഞാൻ അറിയുന്നു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. സൊലസ് സ്ഥാപകയും സെക്രട്ടറിയുമായ ഷീബ അമീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സൊലസിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങൾ ഷീബ അമീർ വിവരിച്ചു. എന്തൊക്കെ ഈ വയ്യാത്ത കുട്ടിക്ക് വേണ്ടി ചെയ്യണമോ, അതിന്റെ കൂടെ പറമ്പിന്റെ പഠിത്തമാണെങ്കിൽ പഠിത്തം, അങ്ങനെ എന്ത് കാര്യങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ടോ അതിനെ മുഴുവൻ തീരുമാനിക്കുന്നത് സോലസിന്റെ ട്രസ്റ്റ് അംഗങ്ങളോ ഞാനോ ആരുമല്ല, ഇവിടെ പ്രവർത്തിക്കുന്ന വളണ്ടിയേഴ്സാണ്. ഈ സോലസ് എന്ന് പറയുന്ന സംഘടന ഇന്ന് കേരളത്തിലെ 10 സെന്ററായിട്ട് 5600-നേക്കാൾ മുകളിലെ കുട്ടികൾക്ക് ഒരു മാസം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 50 ലക്ഷം രൂപയാണ് ഒരു മാസം നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി ചിലവാക്കുന്നത്. കഴിഞ്ഞ കൊല്ലം 6 കോടി രൂപയാണ് നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ളത്. ഈ 6 കോടി രൂപ ഈ 5600 കുട്ടികളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക് മാസാമാസം അവരുടെ പ്രശ്നങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കി കൈമാറ്റം ചെയ്യപ്പെടാൻ ഈ എത്ര വോളിയം ഓഫ് വർക്ക് വേണ്ടി വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. എത്ര വളണ്ടിയേഴ്സ് ഇവരുടെ സംഘടനകളെ കേട്ടിട്ടാണ്, അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ്, അവരുടെ സങ്കടങ്ങളെ അല്ലെങ്കിൽ അവരുടെ കണ്ണുനീരിനെ തുടച്ചുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ. ജോയിന്റ് സെക്രട്ടറി EM ദിവാകരൻ, ട്രസ്റ്റ് അംഗം ഡോക്ടർ മുംതാസ്, പെരിന്തൽമണ്ണ ഘടകം കൺവീനർ അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ഗായകനും സംഗീത നിരൂപകനും ചാനൽ ജൂറി അംഗവുമായ ഫിറോസ് ബാബു ഗാനങ്ങൾ ആലപിച്ചു. സൊലസിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും സഹായധന സമാഹരണം നടത്തുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷവും വാർഷികാഘോഷം സ്നേഹാർദ്രമായി എന്ന പേരിൽ സംഘടിപ്പിച്ചു വരുന്നത്. ടെലിവിഷൻ, ചാനൽ, റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയരായ അബിൻ കൃഷ്ണ, ശ്രദ്ധ വൈഷ്ണ, അമാനി എന്നിവർ സംഗീത സന്ധ്യയിൽ പാടി. ഒരുമയുടെ സംഗീതം സൂഫി സംഗീത നിശ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ ഫെബ്രുവരി 18-ന് അരങ്ങേറും. വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്ത് സ്നേഹത്തിൻ്റെ പ്രതിരോധം തീർക്കാൻ സിംഫണി ഓഫ് ദി ഹാർമണി എന്ന പേരിൽ ചാറിയാർ സംഗീത കൂട്ടായ്മ രാജ്യത്തുടനീളം സംഗീതയാത്ര നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിൽ ഒരുമയുടെ സംഗീതം സൂഫി സംഗീത നിശ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
മമത മലപ്പുറവും ദേശീയ മാനവിക വേദിയും MES മെഡിക്കൽ കോളേജുമായി ചേർന്നാണ് പെരിന്തൽമണ്ണയിൽ സൂഫി സംഗീത നിശ സംഘടിപ്പിക്കുന്നത്. ഷിഫ കൺവെൻഷൻ സെന്ററിൽ ഫെബ്രുവരി 18 വൈകിട്ട് 6 മണിക്ക് സൂഫി സംഗീത നിശ അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഫെബ്രുവരി 18 നമ്മുടെ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് വൈകുന്നേരം 6 മണിക്കാണ് നമ്മുടെ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത്. ദേശീയ മാനവിക വേദിയും അതേപോലെ തന്നെ മമത മലപ്പുറവും പിന്നെ MES മെഡിക്കൽ കോളേജും ഒക്കെ സംയുക്തമായിട്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഈ സംഗീതം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത ഉള്ളത്, നമ്മളത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ മനസ്സിൽ വളരെ സമാധാനത്തിൻ്റെ ഒരു ഇതുണ്ടാവും. സ്നേഹവും സമാധാനവും സാഹോദര്യമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ എത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് സംഗീതം. പലപ്പോഴും നമ്മൾ ഏത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലും റിലാക്സേഷനും വരുന്ന തരത്തിലേക്കുള്ള ഒരു മ്യൂസിക് തെറാപ്പി എന്നുള്ള തരത്തിൽ തന്നെ ഇന്ന് ഒട്ടേറെ വികസിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വ്യക്തിക്ക് മാത്രമല്ല, ഒരു സമൂഹത്തിനും അത്തരം ഒരു മ്യൂസിക് തെറാപ്പി ആവശ്യമുണ്ട് വാസ്തവത്തിൽ. അപ്പോൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്പോൾ വിദ്വേഷവും അതേപോലെ തന്നെ വെറുപ്പും ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുകയും അത് ഒരു പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, പതുക്കെ പതുക്കെ ഉണ്ടായി വന്നുകൊണ്ടാണ് ഒരിക്കൽ അവസാനം തമ്മിൽ പിണങ്ങി അത് തെറ്റി കോൺഫ്ലിക്റ്റായി യുദ്ധത്തിലേക്ക് വരെ എത്തുന്ന അക്രമം യുദ്ധമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ തുടക്കം മുതൽ തന്നെ അതിനൊന്ന് ഡീടോക്സിഫൈ ചെയ്യുന്ന തരത്തിലേക്ക് അതിനെ കുറക്കാൻ മനുഷ്യന്മാരെ ഐക്യം ഊട്ടി ഉണർത്താൻ സംഗീതം ഏറ്റവും നല്ല അനുഭവമാണ്. വർഗീയതയ്ക്കും വെറുപ്പിനുമെതിരെ കലയിലൂടെ സ്നേഹത്തിന്റെ പ്രതിരോധം തീർക്കാൻ ചാറിയാർ സംഘം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഗീതയാത്ര നടത്തി വരികയാണ്. സംഗീതജ്ഞനും ഗായകനുമായ ഡോക്ടർ മദൻ ഗോപാൽ സിംഗ്, ഗിറ്റാറിസ്റ്റും ബാൻജോ വാദകനുമായ ദീപക് കാസ്റ്റിലിനോ, സരോദ് മാന്ത്രികൻ പ്രീതം ഘോഷാൽ, തബല വിദ്വാൻ അംജദ് ഖാൻ എന്നീ 4 പേരാണ് ചാറിയാർ സംഗീത കൂട്ടായ്മയിലെ കലാകാരന്മാർ. ഇവർ നേതൃത്വം നൽകുന്ന സംഗീതയാത്രയുടെ ഭാഗമായി കേരളത്തിൽ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നിങ്ങനെ 4 കേന്ദ്രങ്ങളിലാണ് സൂഫി സംഗീതം അവതരിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ അവതരണ കേന്ദ്രമാണ് പെരിന്തൽമണ്ണ. മദൻ ഗോപാൽ സിംഗ് ആണ് ഇതിനെ നയിക്കുന്നത്. മദൻ ഗോപാൽ സിംഗ് ഒരു സൂഫി സ്കോളറും കവിയും ഗായകനും അധ്യാപകനുമാണ്. അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സത്യവതി കോളേജിൽ അധ്യാപകനായിരുന്നു. മാത്രമല്ല പല രാജ്യങ്ങളിലും വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ടൊക്കെ പല യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അതോടൊപ്പം സൂഫി ഫിലോസഫി പ്രചരിപ്പിക്കുകയും പഠിക്കുകയും അതിൽ റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. രണ്ടാമത്തെ ആൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ മുബാറക് പറഞ്ഞ പോലെ ദീപക് കാഷ്ലാണ്. അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഗിറ്റാറിസ്റ്റാണ്. അദ്ദേഹം ആണ് രണ്ടാമത്. മൂന്നാമത് പ്രീതം ഘോഷാൽ എന്ന് പറഞ്ഞ ഒരു സരോദ് വാദക്. സരോദ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അംജദ് അലി ഖാനൊക്കെ വായിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെ മറ്റൊരാൾ അംജദ് ഖാൻ എന്ന് പറഞ്ഞ തബലിസ്റ്റ്. തബല മാത്രമല്ല, അദ്ദേഹം വേറെയും പല ഇൻസ്ട്രുമെൻറ്റുകളും വായിക്കുന്ന ആളാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം തബലയിൽ വിസ്മയം തീർക്കും, യാതൊരു സംശയവുമില്ല. അപ്പോൾ സംഗീതത്തിലൂടെ മനുഷ്യരെ ഒന്നിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രോഗ്രാം ജനറൽ കൺവീനർ ഡോക്ടർ മുബാറക് സാനി, വർക്കിംഗ് ചെയർമാൻ ഹരിദാസ് കുളത്തൂർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ VK അബ്ദുൾ റഫ്, വേണു പാലൂർ, MM നയീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന നിർത്തട വികസന ഘടകം 2.0 പദ്ധതിയിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളിൽ നിർത്തട യാത്രാ ക്യാമ്പയിൻ നടത്തി. കരിമ്പുഴ തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. നീർത്തട പദ്ധതി നമുക്ക് ലഭിച്ചതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ 4 പഞ്ചായത്തുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റെടുക്കേണ്ടി വന്നത്. അതിൽ 3 പഞ്ചായത്തുകളും മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിനകത്താണ് എങ്കിലും ഏറ്റെടുക്കുന്ന പ്രവൃത്തിയുടെ കൂടുതൽ ഭാഗം കരിമ്പുഴയിലായതുകൊണ്ടാണ് ഈ പദ്ധതിയുടെ നിർവഹണം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചത്. 5 വർഷം കൊണ്ട് ഏകദേശം 16 കോടി രൂപയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ പദ്ധതി പ്രദേശത്ത് നടപ്പാക്കുന്നത്. മണ്ണ്, ജല, ജൈവ സംരക്ഷണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഓഗ്മെന്റ് റിയാലിറ്റി സംവിധാനത്തോടു കൂടിയുള്ള പ്രചാരണ വാഹനമാണ് പദ്ധതി പ്രദേശത്തിലൂടെ സഞ്ചരിച്ച് ക്യാമ്പയിൻ നടത്തിയത്. ബ്ലോക്ക് മെമ്പർ T ഷീജ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൈദാലി അധ്യക്ഷനായി.
ബ്ലോക്ക് സെക്രട്ടറി എസ് പ്രവീൺ, ബ്ലോക്ക് മെമ്പർ ഷീബ പാട്ടത്തൊടി, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സാജിറ, മെമ്പർ ഉമ്മർ കുന്നത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ സുജാത, ഹെഡ്മിസ്ട്രസ് ചിത്ര, അധ്യാപകൻ ജോൺസൺ, ജില്ലാ സെറികൾച്ചർ ഓഫീസർ മൻസൂർ, പദ്ധതി ചാർജ് ഓഫീസർ അഹമ്മദ് കുട്ടിയം എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂളിലെ NSS, SPC, സ്കൗട്ട്, നേച്ചർ ക്ലബ്ബ് വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്ത് പച്ചക്കറിത്തോട്ടം, ഫലവൃക്ഷത്തോട്ടം എന്നിവ നിർമ്മിക്കുകയും ചെയ്തു. ചെറുപ്പശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 1ാമത് അന്താരാഷ്ട്ര കോൺഫറൻസ് IASCO 2025 ഫെബ്രുവരി 18 മുതൽ 22 വരെ നടക്കും. PV അബ്ദുൽ വഹാബ് MP കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 18 മുതൽ 22 വരെയാണ് അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 20 സെഷനുകളിലായി 100ഓളം ഗവേഷണ പ്രബന്ധങ്ങൾ കോൺഫറൻസിൽ അവതരിപ്പിക്കും. ഇന്ത്യയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാഭ്യാസ വിചക്ഷണരും ഗവേഷകരും എഴുത്തുകാരും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും. 18 ചൊവ്വാഴ്ച P. മമ്മിക്കുട്ടി MLA മുഖ്യാതിഥിയാകും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ അധ്യക്ഷത വഹിക്കും. മീഡിയ വൻ ഡയറക്ടർ മുഹമ്മദ് അബ്ദുസലാം KT, ഡോക്ടർ K. സൈദലവി തുടങ്ങിയവർ പങ്കെടുക്കും. ചടങ്ങിൽ ഏറ്റവും മികച്ച ബിസിനസ് ആശയം, ഏറ്റവും നല്ല അവതരണം എന്നിവയ്ക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ നൽകും. പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ഏറ്റവും നല്ല സംരംഭകന് രത്തൻ ടാറ്റ പുരസ്കാരം നൽകി ആദരിക്കും. തുടർന്ന് നടക്കുന്ന സമാപന ചടങ്ങ് ഈജിപ്തിലെ MMM എനർജി ചെയർമാൻ ഡോക്ടർ ഹാത്തിം അൽ റൗമി ഉദ്ഘാടനം ചെയ്യും. 19, 20 തീയതികളിൽ നടക്കുന്ന PG ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അന്താരാഷ്ട്ര കോൺഫറൻസ് പ്രമുഖ എഴുത്തുകാരി ജെറി ടോം ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനും മുൻ MLAയും ആയ VT ബൽറാം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സമാപന സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 21, 22 തീയതികളിൽ നടക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൻ്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA നിർവഹിക്കും. 22 ശനിയാഴ്ച നടക്കുന്ന സമാപന ചടങ്ങ് പ്രമുഖ സാമൂഹ്യ പ്രവർത്തക ദയാബായ് ഉദ്ഘാടനം ചെയ്യും. K. പ്രേംകുമാർ MLA മുഖ്യാതിഥിയാകും. തുടർന്ന് പാലക്കാട് ജില്ലാ ദുരന്ത നിവാരണ സമിതി അനലിസ്റ്റ് ലേഖ ചാക്കോ പ്രസ്തുത വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. തുടർന്ന് വിവിധ കോളേജുകളിലെ സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളുടെ സംഗമവും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അക്കാദമിക രംഗത്ത് കൂടുതൽ മികവ് പുലർത്തുന്നതിൻ്റെ ഭാഗമായി ഈ വരുന്ന ഫെബ്രുവരി 18 മുതൽ 22 ശനിയാഴ്ച വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസ് IASCO ഇൻ്റർനാഷണൽ കോൺഫറൻസ് 2025 ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ വെച്ച് നടക്കുകയാണ്. ഈ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ 20 സെഷനുകളിലായി 100ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു വലിയ രീതിയിലാണ് ഈ കോൺഫറൻസ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നുമായിട്ട് ഒരുപാട് എഴുത്തുകാർ, ഗവേഷകർ, ചിന്തകർ, രാഷ്ട്രീയ പ്രമുഖർ, പത്രപ്രവർത്തകർ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളാണ് ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൽ സംബന്ധിക്കുന്നത്. അപ്പോൾ ഈ പരിപാടി വൻ വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും അക്കാദമിക മേഖലയിൽ നിന്നും അല്ലാത്തവരുമായി ഗവേഷകർ, എഴുത്തുകാർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ സമ്പൂർണ്ണ പിന്തുണയും സഹകരണം ഉണ്ടാവണം. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. ഐഡിയൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ K, അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് P, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി മുഹമ്മദ് സലാഹ് KM, ഇംഗ്ലീഷ് വിഭാഗം മേധാവി സവിത, കൊമേഴ്സ് വിഭാഗം മേധാവി BG മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വള്ളുവനാട്ടിലെ പ്രസിദ്ധ മൂകാംബിക ക്ഷേത്രമായ കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് കൊടിയേറി. 18 വലിയാറാട്ടും 19 പൂരവും ആഘോഷിക്കും. തന്ത്രി ഈക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ കൊടിയേറ്റം നടന്നത്. തട്ടകദേശങ്ങളിലെ ഭക്തജനങ്ങളും ക്ഷേത്രത്തിലെത്തിയിരുന്നു. കൊടിയേറ്റത്തിന് ശേഷം മേളവും നൃത്തവും ഉണ്ടായി. കളമ്പാട്ട്, തോൽപ്പാവക്കൂത്ത് എന്നിവയും തുടങ്ങി. ഉത്സവത്തിൻ്റെ ഭാഗമായി 15 രാത്രി 8 പാട്ടും പടവെട്ടും, 16 വൈകിട്ട് 5 പഞ്ചാരിമേളം, രാത്രി 8 മെഗാ മ്യൂസിക് നൈറ്റ്, 17 വൈകിട്ട് 4:30 ത്രിപിൾ തായമ്പക, 6:15 കൈക്കൊട്ടിക്കളി, രാത്രി 8 ഗാനോത്സവം എന്നിവ നടക്കും. 11 ഇടമന കുതിരയെത്തും. തുടർന്ന് എഴുന്നള്ളിപ്പും തായമ്പകയും നടക്കും. 18 വലിയാറാട്ട് ദിവസം രാവിലെ 9 ആനകളും മേളവുമായി കാഴ്ചശീവേലി നടക്കും. ഉച്ചയ്ക്ക് 2 കലാമണ്ഡലം പ്രീജയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളലുണ്ടാകും.
4 മണിയോടെ കുതിര, കാള, തേര് വേലവരവ് തുടങ്ങും. 6:30 വടക്കേനടയിൽ വലിയാറാട്ട് വേലയെത്തി മേളമൊരുക്കും. 7:15 ചെറുമുഖം വലിയാറാട്ട് വേലയെത്തും. കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരും കല്ലുവഴി പ്രകാശനും നയിക്കുന്ന മേളം രാത്രി 9 ആറങ്ങോട്ടുകര ശിവനും ശുഗപുരം ദിലീപും അവതരിപ്പിക്കുന്ന ഇരട്ടത്തായമ്പക എന്നിവ നടക്കും. 10:30 ഇണക്കാള വരവ് തുടങ്ങും. 19 പ്രസിദ്ധമായ പൂരം. രാവിലെ 9 പഞ്ചവാദ്യത്തോടെ കാഴ്ചശിവേലി നടക്കും. കാട്ടുകുളം വേണവും സംഘവും നയിക്കുന്ന മേളം ഉച്ചയ്ക്ക് 2 കലാമണ്ഡലം സജിത്ത് അവതരിപ്പിക്കുന്ന പാഠകം എന്നിവ ഉണ്ടാകും. 5 മണിയോടെ ദേശവേലകളെത്തും. രാത്രി 11 രുദ്രപ്രജാപതി ബാലയാണ് വിശേഷാൽ പരിപാടി. പകൽ വേലയ്ക്ക് ശേഷം രാത്രിപൂരവും ഉണ്ടാകും. കിഴക്കൻ പൂര കമ്മിറ്റിയാണ് ഇത്തവണ രാത്രിപൂരം നടത്തുന്നത്. ഒരു ഇടവേള കൂടി. കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ കീഴിൽ എടത്തനാട്ടുകരയിൽ 1975 സ്ഥാപിച്ച ഷറഫുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സെൻ്ററിന് കീഴിലുള്ള 6 സ്ഥാപനങ്ങളുടെ വാർഷികാഘോഷം ഈ മാസം 15, 16 തീയതികളിൽ നടക്കും. KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ഉണ്ണിൻകുട്ടി മൗലവി, N ഷംസുദ്ദീൻ MLA തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അലനല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 9ാം വർഷത്തിലേക്ക് കടക്കുന്ന ആൺകുട്ടികൾക്കുള്ള ദാറുൽ ഫുർഖാൻ ഹിഫ്ത് കോളേജ്, 3ാം വർഷത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികൾക്കുള്ള ഹിഫ്ത് കോളേജ്, 8ാം വർഷത്തിലേക്ക് കടക്കുന്ന അൽമനാർ ഖുറാനിക് പ്രീ സ്കൂൾ, 7ാം വർഷത്തിലേക്ക് കടക്കുന്ന പീസ് പബ്ലിക് സ്കൂൾ, തുടക്കം മുതൽ പ്രവർത്തിക്കുന്ന അൽ മദ്രസത്തുൽ ഫലാഹിയ എന്നീ സ്ഥാപനങ്ങളുടെ വാർഷികങ്ങളാണ് നടക്കുന്നത്. വാർഷികത്തോടനുബന്ധിച്ച് സന്നദ്ധാന സമ്മേളനം, കുട്ടികളുടെ കലാപരിപാടികൾ, മാഗസിൻ പ്രകാശനം, പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം, ദവ്വ സമ്മേളനം, പൊതുസമ്മേളനം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ വിവിധ സമ്മേളനങ്ങൾ, സന്നദ്ധാന സമ്മേളനം, കുട്ടികളുടെ കലാപരിപാടികൾ, മാഗസിൻ പ്രകാശനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ദഅ്വ സമ്മേളനം, പൊതുസമ്മേളനം എന്നീ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു. അതോടുകൂടി തന്നെ ബഹുമാന്യനായ കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ഉണ്ണിൻകുട്ടി മൗലവി, അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA, അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ, വാർഡ് മെമ്പർ ലൈല ഷാജഹാൻ, പ്രമുഖ വാഗ്മിയും പണ്ഡിതനുമായ സുബൈർ പീഡിയേക്കൽ എന്നിവരുടെ പ്രഭാഷണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. വിവിധ സമ്മേളനങ്ങളിൽ KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ഉണ്ണിൻകുട്ടി മൗലവി, N ഷംസുദ്ദീൻ MLA, അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സജ്ജന സത്താർ തുടങ്ങിയവരും പങ്കെടുക്കും. ഏറെ ഭയാനകമായ ഒരു സമൂഹം, ആ സമൂഹത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തെ മാതൃകാ വിദ്യാർത്ഥികളാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഷറഫുൽ മുസ്ലിം കോളേജിന്റെ ഈ വാർഷിക പരിപാടിയിലേക്ക്, ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഇത് തുടരും. ഇത് വാർഷിക പരിപാടിക്ക് ശേഷം ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി അതിന്റെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിനോട് എല്ലാവരും സഹകരിക്കണം. P കുഞ്ഞുമൊയ്തീൻ, PP സുബൈർ, E അബ്ദുറഹ്മാൻ, VC ഷൗക്കത്ത് അലി, കള്ളിവളപ്പിൽ ഹംസ, ഇദ്രിസ് സൊലാഹി, അമീർ സൊലാഹി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. പെരിന്തൽമണ്ണ ഗവൺമെൻറ് പോളിടെക്നിക്കിലെ 21 വിദ്യാർത്ഥികൾക്ക് ദുബായിലേക്ക് പ്ലേസ്മെൻറ്റ് ലഭിച്ചത് അഭിമാന നേട്ടമായി. ദുബായ് ആസ്ഥാനമായ ശോഭ കൺസ്ട്രക്ഷൻസിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് നിയമനം ലഭിച്ചത്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ബ്രാഞ്ചുകളിലായി വടക്കൻ ജില്ലകളിലെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളിൽ നിന്നാണ് ദുബായ് ശോഭ കൺസ്ട്രക്ഷൻസ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുത്ത 29-ൽ 21 വിദ്യാർത്ഥികളും പെരിന്തൽമണ്ണ ഗവൺമെൻറ് പോളിയിലുള്ളവരാണ്. ഇതിൽ 3 പേർ പെൺകുട്ടികളാണ്. ഉയർന്ന പാക്കേജിലാണ് ജോലി ലഭിച്ചത്. കമ്പനിയുടെ HR വിഭാഗം നേരിട്ട് പോളിയിലെത്തി തൊഴിൽമേള സംഘടിപ്പിച്ചാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തത്. ശോഭ കൺസ്ട്രക്ഷൻസിലേക്ക് സെലക്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളെ അധ്യാപകരും രക്ഷിതാക്കളും അനുമോദിച്ചു. കിഴായൂർ ഉറവുംപുറം അലിയുൽ ഹൈദ്രൂസ് തങ്ങളുടെ ആണ്ട് ഗദ്ധം നേർച്ചയ്ക്ക് തുടക്കമായി. വെള്ളിയാഴ്ച രാവിലെ മഹല്ല് മുദ്രീസ് സിദ്ദിഖ് ഫൈസി പതാക ഉയർത്തിയതോടെയാണ് നേർച്ച തുടങ്ങിയത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന നേർച്ച തിങ്കളാഴ്ച സമാപിക്കും. നാലു ദിവസങ്ങളിലായാണ് ഒറവംപുറം അലിയുൽ ഹൈദ്രോസ് തങ്ങളുടെ ആണ്ട് ഖത്തം നേർച്ച നടക്കുന്നത്. മതമൈത്രിയും സൗഹാർദ്ദവും വിളിച്ചോതുന്ന നേർച്ച ജനകീയ പങ്കാളിത്തത്തോടെയാണ് പുരോഗമിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ നടന്ന മഹല്ല് ഖബർ സിയാറത്തിന് അബ്ദുറസാഖ് ദാരിമി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് CP അസൈനർ ഹാജി, സെക്രട്ടറി ഇബ്രാഹിം, KP അസീസ് ഹാജി, NK ബാപ്പു മുസ്ലിയാർ, മലയിൽ ഹംസപ്പ, KP ഇബ്രാഹിം,
പരി അബ്ദുറസാഖ് ദാരിമി, NK ഷാജി, KK നാസർ ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാത്രി നടന്ന കൂട്ട സിയാറത്തിന് സെയ്ദലവി ഫൈസി നേതൃത്വം നൽകി. നേർച്ചയുടെ ഭാഗമായി ഖതമുൽ ഖുർആൻ, മാസാന്ത സ്വലാത്ത്, ബദർ മൗലീദ് തുടങ്ങിയവ നടക്കും. തിങ്കളാഴ്ച രാത്രി നടക്കുന്ന സമൂഹ അന്നദാനത്തോടെ നേർച്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. രുചി വൈവിധ്യങ്ങളുമായി പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെൻറ് കോളേജിലെ ED ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ CD ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ബിന്ദു അധ്യക്ഷയായി. കോർഡിനേറ്റർ ശ്രീജ, റസീന, CV പ്രസാദ്, നന്ദകിഷോർ, പാർവതി തുടങ്ങിയവർ സംസാരിച്ചു. ഫെസ്റ്റിൽ 11 സ്റ്റാളുകളാണ് ഒരുക്കിയത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ 100ഓളം വരുന്ന വിദ്യാർത്ഥികൾ വ്യത്യസ്ത ഇനം രുചി വിഭവങ്ങളാണ് തയ്യാറാക്കിയത്. കുട്ടികളിൽ സംരംഭകത്വ വികസനം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. പകുതി വില തട്ടിപ്പ് അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. എല്ലാ പരാതിയിലും വെവ്വേറെ കേസെടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ്. തൊഴിൽ നികുതി വർധനവിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ. സംസ്ഥാന വ്യാപകമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തി. ഹരിതകർമ്മസേനയുടെ ഫീസടക്കം വർദ്ധിപ്പിച്ച് വ്യാപാരികൾക്ക് കച്ചവടം ചെയ്യാനാവാത്ത സാഹചര്യം ഉണ്ടാക്കുന്നുവെന്ന് നേതാക്കൾ. കരിമ്പുഴ പഞ്ചായത്തിൽ ഉദ്ഘാടന വിവാദം. കോട്ടപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം MP-യെ കൊണ്ട് നിർവഹിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം. ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരിക്കെ MP-യെ കൊണ്ടുവരുന്നത് രാഷ്ട്രീയ അല്പത്തമെന്ന് CPM അംഗം M. മോഹൻ. ഒറ്റപ്പാലത്ത് സ്കൂളിൽ വെച്ച് +2 വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ കുത്തേറ്റു. വാരിയലിന് സമീപം കുത്തേറ്റ കുട്ടിയെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുത്തിയ വിദ്യാർത്ഥിക്കും പരിക്ക്. പള്ളിയിൽ നിന്നും നമസ്കരിക്കാനെത്തിയ ആളുടെ iPhone കവർന്ന് മോഷ്ടാവ്. സംഭവം കൂറ്റനാട് വാവന്നൂരിൽ. യുവാവ് മൊബൈൽ മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.